மாரியாத்தா தாயே, உனக்கு எவ்வளவு தைரியம் நம்ம குடும்ப கௌரவத்தை கெடுக்கிறது முடிவு பண்ணிட்டியா? வாடி, இத பார், இது எங்க குடும்ப விஷயம், இதுல நீ தலையிடாத. ஏய், மரியாதையை என் கூட வந்துரு. இல்ல, நான் வர மாட்டேன். இல்ல, உன்னை கூட்டு போகாம நான் இங்கிருந்து போக மாட்டேன். தயவு செஞ்சு இவரோட என்ன அனுப்பி வச்சிடாதீங்க. இவரோட நான் போனா என்ன கொண்டு போட்டுடுவாரு. ஏய், என்னடி ரொம்ப நடிக்கிற? அவன் என்ன உனக்கு புருஷனா? ஆமா, எனக்கு இவர் புருஷன் தான். அவ சொல்றது நிஜமா? அதே. என்னப்பா, 2 நாள் கூட அவ உன் கூட பழகல, அதுக்குள்ள புருஷனா? മര്യാദ അവളെ ഞാൻ കൂടെ അനുപ്പിവേ. എടോ മുരുകരാജ കൗണ്ടറെ, ഇവൾക്ക് തന്റെ കൂടെ വരാൻ സമ്മതമാണെങ്കിൽ കൊണ്ടുപോയിക്കോ. ഓ, ഇല്ലെങ്കിൽ നീ വിടില്ലേ? വിടില്ല. சாபாஷ். இந்த மாதிரி வீரமான ஆம்பளன்னா, இந்த மாதிரி ரோஷமான ஆம்பளன்னா முருகராஜ கவுண்டருக்கு ரொம்ப பிடிக்கும். ஆனா என்கிட்ட மோதாத. தம்பி, நீ ஊருக்கு புதுசு, சின்ன வயசு, கொதிக்கிற ரத்தம், அதான் இந்த ஆட்டெல்லாம் காட்டுற. இந்த திமிர் வச்சுக்கிட்டு என் ஊர்ல நடமாட முடியாது. டேய், வண்டியடா. எங்க கூட போட்டி போட்டுக்கிட்டு என் சித்தி பொண்ணை பிடிச்சு வச்சிருக்கியானா? அந்த பரதேசி ராஸ்கல்ட்ட மரியாதை அவளை இப்பே விட்டு சொல்லு, இல்ல இந்த கடையை சாம்பலாக்கிடுவோம். கத்திக்க நின்னு தந்தட வகை நினைக்கலாம். ஏய், பாய முறை நாய எங்க அண்ணன் இருந்த கம்பளத்துக்கு ராஜா. டேய், என் அப்பாவுக்கு தெரியாம இங்க ஒரு ஈ காக்கா கூட பறக்காதுடா. ஈ பொள்ளாச்சி கம்பளம் இந்த தந்தைக்கு சரியா கட்டியலடா. எங்க இருந்தோ வந்து நாங்க சத்தம் போட்டு எங்களை விரட்ட பாக்குறீங்களா? ഞങ്ങളുടെ അപ്പച്ചനെ വരട്ടിയല്ല, ഞങ്ങളുടെ അടുത്ത് വേണ്ട കളി. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഇവിടത്തെ ബിസിനസ് എങ്ങാനും പൊളിക്കാൻ നോക്കിയാണ്ടല്ലോ. என்னடா செய்வன் நாய? உங்க சித்தப்பன் செத்தது எப்படின்னு தெரியுமில்ல? மரியாதையா இங்க இருந்து போலனா அறுத்துறேன். மரியாதையா பவளத்தை கிட்ட ஒப்படைச்சிடு. அவ எங்க வீட்டு பொண்ணு. നിന്റെ പൊണ്ണാണെന്നും പറഞ്ഞ് നീ വീട്ടിൽ പോയിരുന്നാ മതിടാ. അവളിപ്പോ ആമ്പിളാരുടെ കൂടെയാ. എലിക്കപ്പെട്ടതേത് പന്നികാരു ആകുന. തെലുങ്ക് തെലുങ്ക് എലി വലുതായാൽ പെരിച്ചാഴി ആകില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? വാളാട്ടാതടാ നായേ. ഉണ്ണേ ഇനി ഞങ്ങളടുത്ത് കളിച്ചാലുണ്ടല്ലോ. പോടാ പുല്ലേ. മര്യാദക്ക് കടയുടെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ എല്ലാത്തിനും അരിഞ്ഞ് കാണിലൂടെ പട്ടികളെ കണ്ണിലെ തേച്ചിട്ടു.
എന്റെ കർത്താവ്, ഇനി ഇവിടെ കിടക്കപ്രതി ഉണ്ടാവത്തില്ലല്ലോ. എടാ, ഉടനെ നീ അവളെ ഇവിടെ ഇറക്കി വിടണം. ഐ എം സോറി അങ്കിൾ. എടാ, ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ നീയും അവളും തമ്മിലുള്ള ബന്ധം എന്താ? അത് അങ്കിളെ ഈ ബന്ധം ചോദിച്ചാ. എടാ ഡാനി, ഗോവയെ റൗഡീസ് ഒന്നും ഇവിടെ കാണിക്കരുത്. എടാ, അവൾ ആ ഗൗണ്ടറുടെ ഭാര്യയുടെ അനിയത്തിയുടെ മകളാ. അവളെയാ നീ പൊറപ്പിച്ചോണ്ടിരിക്കുന്നേ. അങ്കിൾ അത് ഒന്നും പറയണ്ട, അവളെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. എടാ, ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കാത്തവന്മാരാ ഗൗണ്ടർമാര്. അങ്കിൾ എന്നോട് ക്ഷമിക്കണം, എല്ലാം ഞാൻ തുറന്നു പറയാം. ഞാൻ പവിഴത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്കിൾ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്ലീസ്. എന്റെ കർത്താവെ, ഇവനൊന്നും ജീവിക്കാനും സമ്മതിക്കത്തില്ലല്ലോ. ஹலோ, சிஎஸ் ஸ்பீக்கிங். இன்ஸ்பெக்டர் தம்பியா? வணக்கம் சார். வணக்கம் வணக்கம். என்ன விஷயம் சார்? കൊച്ചാപ്പുണ്ട്. ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. ഗോവയിൽ ഇരുന്ന് വന്ന ഒരാൾ പൊള്ളാച്ചിയിലെ மிஸ்டர் டானி, உங்களை அரெஸ்ட் பண்றேன். എന്തിനാ സാർ? கவுண்டர் விட்டு பொண்ணை கடத்திட்டு வந்ததுக்கு. ഞാനൊരു പെണ്ണെയും കടത്തിക്കൊണ്ട് വന്നിട്ടില്ല സാർ. அந்த விஷயம் நான் ஸ்டேஷன்ல வந்து சொல்லுங்க. സാർ ഇതൊക്കെ ഇവളവ് കോവപ്പെടുறது. പ്രായപൂർത്തിയായ ആണും പെണ്ണും കല്യാണം ചെയ്യാനുള്ള ഇടം താൻ എന്ത് രജിസ്റ്റർ ഓഫീസ്? அது இதுவரைக்கும் உங்களுக்கு தெரியாதா? அது எனக்கும் தெரியும், நீ பேசாம இரு. இந்த பொண்ணு யாருன்னு தெரியுமா? இந்த ஊர் பஞ்சாயத்து தலைவரோட பொண்ணு. ആരുടെ പെണ്ണായാലും പെണ്ണല്ലേ സാർ? ആണിനും പെണ്ണിനും തമ്മിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ. அந்த கவுண்டரோட பேச்சும் கேட்டு உங்களை போல நியாயம் கைகாரியம் ചെയ്യുന്ന ஒரு சிஐ இந்த மாதிரி விஷயங்களும் தலையிடக்கூடாது சார். ஏமா உன் இஷ்டப்படி தான் அந்த மேரேஜ் நடந்ததா? ஆமா சார். இஸ் இட்? സാർക്ക് സെൻസ് ഇരിക്കടാ. വിഷയം சொன்னா புரியும். കാര്യം പറഞ്ഞാൽ കേട്ടോ. മനസ്സിലായാലും ഇല്ലെങ്കിലും പോയിട്ട് നന്നായി. ഇല്ലെങ്കിൽ കാണാം. ഇങ്ങോട്ട് വാടാ. ഗോവയിൽ എന്റെ ഹൗസ് ഓണർ മിസ്റ്റർ പെരേരയുടെ മോള് മാർഗറ്റിനെ ഇവനെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കാൻ അയാൾ കമ്പൽ ചെയ്തതാണ്. കണ്ടമാനം മണീസുള്ള മനുഷ്യനാ. ഇനി പെരേരയും മാർഗറ്റിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ ലുക്ക് ചെയ്യും? അതാ പെരേരയുടെ മുഖത്ത് നോക്കിയാ പിന്നെ മാർഗരറ്റിന്റെ മുഖത്ത് നോക്കേണ്ട കാര്യമില്ല. ആന്റിയുടെ അത്ര സുന്ദരിയല്ലേ? ആന്റിയുടെ അത്ര വൾഗറല്ല. പോണാർന്ന് നിനക്ക് കോനടിക്കാൻ പറ്റിയ പ്രായമല്ല ആന്റി. സോറി ആന്റി, ഇനിയിപ്പോ ഗോവയിലേക്ക് ഒന്നും പോകണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് കൂടാം. ആ എന്റെ തലയിലെഴുത്ത് അത് ഷേവ് ചെയ്താ പോവില്ലല്ലോ. അതിന് നല്ല പാമോലി ക്രീം ഉപയോഗിച്ചാൽ മതി ആന്റി. തണ്ണി, നീ അധികം ഫണ്ണിയാവണ്ട. ഐ ആം യുവർ അൽഫോൻസ് ആന്റി. അത് നീ മറക്കണ്ട. പിള്ളേഴ്സല്ലേ ആന്റി, ലീവ് ഇറ്റ്. ഐ നോ ഐ നോ. ഇനി ഇവിടെ ഇരുന്ന് സമയം കളയണ്ട. അപ്പച്ചൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്ക് പോവാം. ഇറങ്ങാം. ആ തൊമ്മി ആകെ പിണങ്ങിയിരിക്കുക. ഇനി ഞാൻ ചെന്നിട്ട് വേണം അവനെ കൺസീവ് ചെയ്യാൻ. അപ്പച്ചന്റെ പിണക്കൊക്കെ 2 ദിവസത്തേക്ക് ഉള്ളന്നേ. എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ. വാടാ വാടാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. ചുമ്മാ കിടന്ന്. അല്ല ഡാൻസാ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു.
അപ്പനല്ലേ? ഇല്ല, കടയ്ക്ക് പോയിരിക്ക. ഓ, ആശ്വാസമായി. എതുക്കങ്ക? ഓ, ഒന്നുമില്ല. അപ്പൻ എപ്പ വരുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ച. അരിസയും കായ്ക്കറിയും വാങ്ങി വരുന്നതുക്ക് കൊഞ്ച നേരം ആകും. നന്നായിട്ട് മലയാളം അറിയാലോ, പിന്നെ എന്നാത്തിനാ തമിഴ് പറഞ്ഞ് ഈ പാവത്തിനെ കുഴക്കണേ? ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് അറിയാതെ തമിഴ് വന്നു പോകും. അപ്പനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഓ, നിന്റെ അപ്പനോട് ഒന്നും പറയാനില്ല. അപ്പനോടൊന്നും പറയാനില്ലെന്നോ? പിന്നെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ പോയാൽ താമസിയാതെ കുഴപ്പമാവുന്നാ തോന്നുന്നു. കൊള്ളാം, ഇപ്രാവശ്യം തലയ്ക്ക് അസുഖം. കഴിഞ്ഞ തവണ വന്നപ്പോ വയറിന് കുഴപ്പം. ഇനി വരുമ്പോ എന്താവോ എന്തോ. ഇനി വരുമ്പോ നിന്നെയും കൂടെ അങ്ങ് അല്ലേ വേണ്ട, പിന്നെ പറ. അയ്യോ അപ്പ. മുതലാളി വണക്കം. വണക്കം. മുതലാളി ഇവിടെ ഒന്നുമില്ല, ഞാനിതിലെ വരുന്ന വഴിക്ക് ഭയങ്കര പല്ലുവേദന, അങ്ങനെ ഒന്ന് കേറിയതാ. പല്ലുവലിയാ? പല്ലുവലിക്ക് ഒരൊറ്റ മൂലിയുണ്ട് മോളെ. പല്ലുവലിക്കുള്ള മരുന്ന് പറിച്ചോണ്ട് പോവാ. சரிங்கப்பா. സാറ് വന്നാട്ടെ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വരുന്നവർക്കെല്ലാം നമ്മ கௌரியை இஷ்டம்தான். ஆனா ஜாதகப்பொருத்தம் பார்க்கும்போதுதான் பிரச்சனை. ஜாதகத்திலும் ஆச்சாரத்திலும் ஒன்றும் நம்பிக்கை இல்லாதவங்க வந்தா பாரிச்ச சொத்தும் பணமும் தான் ஆവശ്യப்படுறாங்க. ഞാൻ എങ്കിരുന്ന് കൊടുക്കും. കാശിന്റെ കാര്യമാണെങ്കിൽ അയ്യര് വിഷമിക്കണ്ട, എന്നാ കഴിവത് ഞാൻ ചെയ്യാം. ആത്തുകാർക്ക് ഗൗരിയുടെ കാര്യത്തിലായിരുന്ന ദുഃഖം. മരിക്കണ സമയത്തിലെയും ഗൗരിയെ നനച്ചിട്ടതാ അവര് കണ്ണടച്ചത്. എല്ലാം വിധി എന്നല്ലാതെ എന്തു പറയാനാ. അയ്യർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എന്ത് കാര്യത്തിനും തൊമ്മിച്ചിനും മക്കളും കൂടെയുണ്ട്. ഞാൻ വരട്ടെ. അല്ല മോൾ അപ്പ ഊണഴിക്കുന്നിടത്ത് എല്ലാവരും നമ്മുടെ കമ്മത്തേരിക്കാരുടെ കാര്യം ഞാൻ ഏറ്റു. வணக்கம் 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 ஐயரே. வணக்கம். சௌக்கியமா ஐயரே? நமக்குள்ள பிசினஸ்ல 1000 விரோதம் இருக்கலாம், ஆனா இந்த ஊர் பஞ்சாயத்து தலைவர்ன்ற முறையில ஒரே ஒரு கல்யாண பத்திரிகை எனக்கு கொடுத்திருக்கான்ல, கொடுக்காம விட்டுட்டியே. ஐயரே, நம்ம பசங்க வந்து சொன்ன பிறகுதான் தெரிஞ்சது இந்த ராஸ்கல் தான் கல்யாண மாப்பிள்ளன்னு. விஷயம் என்னன்னு வச்சா கொஞ்சம் தெளிவா சொல்லுங்க கவுண்டரே. ஊரெல்லாம் ஏமாத்தி கல்யாணம் செய்யறதுதான் இவனோட தொழில். இப்பேற்பட்ட பாவிக்கு பொண்ணு கொடுக்க உங்களுக்கு என்ன பைத்தியமா குடிச்சிருக்கு? என்ன எல்லாரும் என்னமோ வேடிக்கை பார்த்துட்டு இருக்கிறீங்க? இந்த மாதிரி பொறுக்கி பசங்களை சும்மா விடக்கூடாது. மரியாதையா இங்கிருந்து எந்திரிச்சு ஓடி போயிடு, இல்ல போலீஸ்ல புடிச்சு கொடுத்துருவேன். என்னடா நம்மள அவமானப்படுத்துற இந்த இடத்துல நமக்கு பொண்ணு வேண்டாம். நோக்க வர பொண்ணா கிடைக்காது. வாங்க போலாம். ஐயா ஐயா ஐயா, யாரும் போகாதீங்க. அவர் என்ன சொன்னாருன்னு எனக்கு புரியல. ஐயா ஐயா. ஐயரே, உங்க மனசு படுற வேதனை எனக்கு நல்லா தெரியுது.
எல்லாமே நல்லதுக்குன்னு நினைச்சீங்க. மகளே வேண்டாம் வேண்டாம். நான் வரேம்மா. തന്റെ നാടകം നന്നായിരുന്നു, പക്ഷേ അത് ഈ പാവം പെങ്കൊച്ചിന്റെ താലിച്ചാടി വേണ്ടായിരുന്നു. அடே, இந்த முருகராஜ கவுண்டரை எதிர்த்தவங்களை நான் கொஞ்சம் கொஞ்சமா தான் சாகடிப்பேன். பெரிய முள்ள சின்ன முள்ளால தான் எடுக்கணும், அப்பதான் வலிக்காது. എടോ, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഓ വളയ്ക്കാം പക്ഷെ ഒടിക്കരുത്. ഓ ആരാ ഉണ്ണിയല്ല, ഞാൻ ഒടിച്ചു താൻ വിടുവേൻ. ഓ ஞாபகம் വെച്ചുക്കോ. ഓ ഓ ഓ തൊമ്മിയും മക്കളും കൂടെ ഉള്ളപ്പോ ഒരു നാളുടെ മുമ്പിലും അയ്യന് തോക്കാൻ പാടില്ല. തോക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചൊവ്വാദോഷമുള്ള ഗൗരിയെ ഇനി ആര് കല്യാണം കഴിക്കും? ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ മനുഷ്യൻ കയറിച്ചില്ലെന്ന ഈ കാലത്ത് എന്തോന്ന് ചൊവ്വാദോഷം അയ്യരെ? അയ്യരെ, ജാതിയും മാമൂലും ഒക്കെ മാറ്റിവെക്കാൻ സമ്മതമാണെങ്കിൽ ഈ പന്തലിൽ വെച്ച് ഗൗരിയുടെ കല്യാണം ഞാൻ നടത്തും. എന്റെ മകൻ റോയ്ച്ചൻ ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടും. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിയാ മതി. റോയ്ച്ച, എടാ മക്കളെ, അയ്യയുടെ കാൽ തൊട്ട് വന്നിക്ക്. ചെല്ലുവനെ. തൊമ്മി, എന്നതാണോ നോക്കിയിരിക്കുന്നത്? കെട്ടിമേളം കൊട്ടണോ? பாடி கறக்கிற மாட்டை பாடி கறக்கணும், ஆடி கறக்கிற மாட்டை ஆடி கறக்கணும். ஐயர் வீட்டு கல்யாணத்துல ஐயாவோட ஆட்டை எப்படிரா? தொம்மியும் அவங்க பசங்களும் ஐயருக்கு வேணா காசு கொடுத்து உதவி பண்ணலாம், அவன் பொண்ணுக்கு கல்யாணம் பண்ணி உதவி பண்ண முடியுமா? முடியாது. மாப்பிள்ளை எப்ப கல்யாண மேடை விட்டு எந்திரிச்சு போனானோ அப்பவே அந்த பொண்ணுக்கு கல்யாண யோகம் போயிடுச்சு. ஐயரு நாக்க புடிங்கிட்டு சாகணும், அந்த பொண்ணு நடு ஆள்ல தூக்கு போட்டு தொங்கணும். பவளத்தை கடத்திக்கிட்டு போய் நம்மளை கேவலப்படுத்தின தொம்மியும் அவங்க பசங்களும் ஆழியார் டேம்ல இருந்து அப்படியே குதிச்சு அழிஞ்சு போயிடணும். எப்படி? அவமானப்பா. என்னடா? அந்த ஐயர் பொண்ணு தொம்பிச்ச மகன் ரோஹிச்சன் கல்யாணம் பண்ணிக்கிட்டான்.